ഇപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഈ രാഷ്ട്രീയ കൊലപാതകം അതിന് പിന്നിലൊരു വലിയ ആസൂത്രണം ഉണ്ടായിട്ടുണ്ട്. അവിടെ തൊഴിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ കേസിലെ പ്രധാന പ്രതിയെ വീട്ടിൽ നിന്ന്, ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് സൂചിപ്പിച്ചതുപോലെ ശ്രീ അനിൽകുമാർ, വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തുകയായിരുന്നു. അവിടേക്ക് ഈ പ്രതി വരുമ്പോൾ തന്നെ ദൃക്സാക്ഷിയുടെ മൊഴിയും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. വരുമ്പോൾ തന്നെ മാരകായുധങ്ങളുമായി എത്തി ജിതിനെ ആക്രമിക്കുകയായിരുന്നു എന്ന നില വന്നു. CITUവിൻ്റെ തന്നെ മറ്റു പ്രവർത്തകരെ ആക്രമിക്കുന്നത് അറിഞ്ഞാണ് ജിതിൻ അടക്കമുള്ളവർ അവിടേക്ക് എത്തിയത്. അവിടേക്ക് വന്ന പ്രധാന പ്രതി ആണ് ഈ മാരകായുധങ്ങളുമായി ജിതിനെ ആക്രമിച്ചതും കൊലപ്പെടുത്തിയതും. ആ നിലയിലാണ് അവിടെ ഉണ്ടായ സംഭവങ്ങൾ. ശ്രീ അനിൽകുമാർ. പ്രവർത്തകർ കേൾക്കാം. ആക്രമിക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും പുതിയ കാര്യമല്ല. പക്ഷെ ഇത്തരം സംഭവങ്ങൾ പൊതുജന മധ്യത്തിൽ നിന്ന് എങ്ങനെ മറച്ചു വെക്കാമെന്ന് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ഇന്ന് വളരെ അപ്രധാനമായി കുത്തേറ്റ് മരിച്ചു എന്ന വാർത്തയാണ് ഒരു പത്രം കൊടുത്ത് ഞാൻ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ആരൊക്കെയോ എവിടേക്കോ കുത്തിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ ഇടയ്ക്ക് ആരോ പോയപ്പോൾ ഒരു കുത്തം കൊണ്ടു എന്ന തരത്തിലാണ് വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിലുണ്ടായ അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകം TP ചന്ദ്രശേഖരൻ കേസാണ് എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ആളുകളുള്ളൊരു കേരളമാണ് ഇവിടെ. അത്തരമൊരു സന്ദർഭത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തൃശൂർ പാർട്ടി സമ്മേളനത്തിൽ ഒരു തീരുമാനമെടുത്തു. പാർട്ടി മുൻകൈയെടുത്ത് ഒരു സംഭവങ്ങളിലും ഒരാൾക്കും ജീവഹാനി ഉണ്ടാകുന്ന തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടി പോകരുത്. അതൊരു നിഷ്ഠയോടുകൂടി CPM പാലിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ദൗർബല്യമായി കരുതി CPM-നെ കടന്നാക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുക എന്നത് ഇതേ പത്തനംതിട്ടയിൽ തന്നെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയെ തന്നെയാണ് ആക്രമിച്ചു കൊന്ന സംഭവം ഉണ്ടായത്. അപ്പോൾ അത് പുതിയ കാര്യമല്ല. ഇതിൽ CPM ആക്രമണവിധേയമാകുമ്പോൾ, ഇടതുപക്ഷം ആക്രമണവിധേയമാകുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ദൗർബല്യം കൊണ്ടല്ല. രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ തകർക്കാൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് CPM-നെ ആക്രമിക്കുന്ന, കൊല്ലുന്ന കൊലയാളികൾക്ക് മാധ്യമങ്ങൾ ഒരുക്കുന്ന പരിരക്ഷയിലാണ് ഈ കൊലപാതകങ്ങൾ ആവർത്തിക്കുന്നത്. CPM പ്രതിരോധിച്ചു കഴിഞ്ഞാൽ CPM-നെ ആകെ ദുർബലപ്പെടുത്താൻ തക്കവണ്ണമുള്ള കടന്നാക്രമണങ്ങൾ നടത്തുകയും ഓരോ പ്രതിയുടെയും ഓരോ ദിവസത്തെ പരോളും മാധ്യമങ്ങൾ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പരിസരത്താണ് നാം ജീവിക്കുന്നത്. 12 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവത്തിലെ ഒരു പ്രതിക്ക് പരോൾ കിട്ടിയാൽ മുഖപേജിൽ മുൻ വാർത്തയാകിത്തീരുന്ന ഒരു കേരളത്തിൽ CPM ആക്രമിക്കപ്പെടേണ്ടവരാണ്, CPM പ്രവർത്തകർ കൊല്ലപ്പെടേണ്ടവരാണ്. അവരെത്രത്തോളം ആക്രമിക്കാലും കൊല്ലപ്പെട്ടാലും ഞങ്ങൾക്ക് പിന്തുണയുണ്ട്, ഞങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന നിലയിലാണ് മാധ്യമങ്ങൾ ഇന്നും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചടിക്കുക എന്നുള്ളതല്ല CPM ഇക്കാര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ള രാഷ്ട്രീയ നയം. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ ഇരുട്ടിന്റെ ശക്തികളെ ചെറുക്കാൻ ആവശ്യമായ കരുത്ത് പൊതുസമൂഹം നേടണം. നിയമപരമായി കേരളത്തിലെ സർക്കാർ ഇക്കാര്യത്തിൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അത് കേരള പോലീസ് ഫലപ്രദമായി ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ നിലയിൽ മുന്നോട്ട് പോകണമെന്നാണ് പാർട്ടി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ മാധ്യമങ്ങൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പക്ഷപാതപരമായ സമീപനം കാണിക്കുന്നു. മാധ്യമ ധാർമ്മികത ഒട്ടും പാലിക്കാതെ ഇക്കാര്യങ്ങളിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. വാർത്തകൾ എഴുതുന്നു, അല്ലെങ്കിൽ പറയുന്നു, സംപ്രേഷണം ചെയ്യുന്നു എന്നാണോ വിമർശിക്കുന്നത്? മാധ്യമങ്ങൾ എടുക്കുന്ന ഈ സമീപനത്തിന്റെ ശക്തിയാണ് വലതുപക്ഷ ഗുണ്ടകൾക്ക് ഏത് കുറ്റകൃത്യവും ചെയ്യാൻ വേണ്ടി ശക്തി പകരുന്നത്. ഇരുന്നു വാങ്ങിയ മരണമാണ് എന്ന് ഒരു DYFI, ഒരു SFI പ്രവർത്തകൻ, ചെറുപ്പക്കാരൻ, കൊച്ചുകുട്ടി കൊല്ലപ്പെട്ടാൽ KPCC പ്രസിഡന്റ് പറയുന്നത് അക്രമത്തിന് പ്രോത്സാഹനമാണെന്ന് ഒരിക്കലും ഒരു മാധ്യമം മുഖപ്രസംഗം എഴുതില്ല. മറുഭാഗത്ത് കേരളത്തിൽ നടക്കുന്ന ഏതൊരു ചെറു സംഭവങ്ങൾക്ക് പിന്നിലും അക്രമകാരികളായി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, മാർക്സിസ്റ്റ് പാർട്ടിയെ മുദ്രകുത്തുക, DYFI-യും CITU-യും മുദ്രകുത്തുക. ഇത് നൽകുന്ന പിന്തുണയിലാണ്, ഈ മാധ്യമ പിന്തുണയുടെ കരുത്തിലാണ് ഈ അക്രമികൾ വിളഞ്ഞാടുന്നത്. അവർക്ക് എല്ലാ പിന്തുണയും ഇവിടെ വലതുപക്ഷ മാധ്യമങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ്. മറിച്ച് മാധ്യമ നിലപാട് നിഷ്പക്ഷമാണെങ്കിൽ ഇത്രത്തോളം ഇടതുപക്ഷ പ്രവർത്തകർ കൊല്ലപ്പെടുമായിരുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷ പ്രവർത്തകന്മാരുടെ ഓരോ തുള്ളി ചോരയ്ക്ക് പിന്നിലും ഈ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ അവസരവാദപരമായ പക്ഷപാതം അതിൽ പങ്കിലമാണ്. അവരുടെ കൈകളിലും ചോര പുരണ്ടിരിക്കുന്നു. ഇന്നത്തെ മാധ്യമങ്ങൾ വാർത്ത നോക്കിക്കഴിഞ്ഞാൽ കൊലയാളിക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന മാധ്യമങ്ങളുടെ കൈകളിലും ചോര പുരണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ കൊലയാളികളുടെ രാഷ്ട്രീയ ബന്ധം അത് മറച്ചുവെക്കാൻ മാധ്യമങ്ങൾ വലിയ താല്പര്യം കാട്ടുന്നു എന്നാണോ
ശ്രീ അനിൽകുമാർ പറയുന്നത്? ഇന്നത്തെ മാധ്യമങ്ങളാകെ, ഇന്നത്തെ പത്രങ്ങളും അല്ലെങ്കിൽ ഓൺലൈൻ വാർത്തകളും ഒക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ താങ്കൾ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രതികരണത്തിന്റെ ഭാഗമായി ഒരു ദാരുണ സംഭവം ഉണ്ടായാൽ അതുപോലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് CPM-ന്റെ നിഷ്ഠ. എങ്കിൽ പോലും പ്രാദേശികമായി ഇത് കൈകാര്യം ചെയ്യുമ്പോൾ തെറ്റായ നില എവിടെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ഇരകളായി തീരുന്നവരുടെ കുടുംബാംഗങ്ങളുടെ സർവ്വ വിവരണങ്ങളും തത്സമയം മാധ്യമങ്ങളിൽ എത്തുകയാണ്. മാത്രമല്ല, ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള ശരത്തിന്റെയും കൃപേഷിന്റെയും മരണവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് വന്ന് കേസിന്റെ തീരുമാനം വരുമ്പോൾ, വിധി വരുമ്പോൾ അവരുടെ വീട്, ആ വീട് കേന്ദ്രീകരിച്ചുകൊണ്ടൊരു മാധ്യമ പട അങ്ങോട്ട് ചെന്നിട്ട് ആ സംഭവത്തെ പുനരാവിഷ്കരിക്കുകയാണ്. അന്നുണ്ടായ സംഭവത്തെ, 6-7 കൊല്ലം മുമ്പുണ്ടായ സംഭവത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം കാരിക്കേച്ചറിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് കൊന്നത്. ഇവിടെ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ വി.ആർ. ശങ്കരനെ എങ്ങനെ കൊന്നു ഈ പത്രം എഴുതില്ലല്ലോ. എങ്ങനെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നുവെന്ന് ഗാന്ധിയുടെ ഓർമ്മ ദിനത്തിൽ പുനരാവിഷ്കരിക്കില്ലല്ലോ. അപ്പൊ CPM-നെതിരായിട്ട് പൂർവ്വകാലത്തുണ്ടായ ഏതെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ ഓർമ്മകളെ പതുക്കെ 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 ഉണർത്തി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴും CPM വെറുക്കപ്പെടേണ്ടവരാണ് എന്ന ഒരു പ്രതീക നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് തക്കവണ്ണം ഈ CPM പ്രവർത്തകരെ കടന്നാക്രമിക്കുന്നതിന് പിന്തുണ കൊടുക്കുന്ന നിലയാണ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. നന്ദി ശ്രീ അനിൽകുമാർ.